നമസ്കാരം. അരൂർ വിഷൻ ന്യൂസ് ചാനലിലേക്ക് സ്വാഗതം. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയന്റെ അരൂർ യൂണിറ്റിന്റെ 33ാം വാർഷിക സമ്മേളനം നടന്നു. അരൂർ ഗവൺമെന്റ് ഹൈസ്കൂളിൽ നടന്ന സമ്മേളനം KSSPU ബ്ലോക്ക് സെക്രട്ടറി കെ പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. വളർന്ന് ഇന്ന് 3,20,000-ഓളം പേരുള്ള വലിയൊരു സംഘടനയായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പൊ ഈ 92 ഈ സംഘടന രൂപീകരിച്ചു കഴിഞ്ഞ് മുഖ്യമന്ത്രിയെ കൊണ്ട് കാര്യം പറഞ്ഞു, ഞങ്ങളുടെ പെൻഷൻ പരിഷ്കരിക്കണം. അപ്പൊ കേന്ദ്രമായിട്ടുള്ള പേരും പറഞ്ഞ് സംസ്ഥാന ജീവനക്കാരുടെയും അധ്യാപകരുടെയും ശമ്പളം പരിഷ്കരിക്കാൻ തീരുമാനിച്ചു. കമ്മീഷൻ വെച്ചു. പിന്നെ നടപടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ മുഖ്യമന്ത്രി അനങ്ങിയില്ല. അപ്പോഴാണ് അന്നത്തെ പ്രസിഡന്റായിരുന്ന ശ്രീ മേനോൻ സാറും ശ്രീമതി ദേവിയമ്മ ടീച്ചറും സെക്രട്ടേറിയറ്റിനെ ബാധിക്കുന്ന നിരാഹാര സമരം ആരംഭിച്ചു. എല്ലാ ദിവസവും പെൻഷൻകാരുടെ പ്രകടനം, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം കാസർഗോഡ് മുതൽ മറ്റ് എല്ലാ ജില്ലകളിലും പ്രകടനങ്ങളും ധർണകളും. അങ്ങനെ ഒരാഴ്ച പിന്നിട്ടപ്പോൾ മുഖ്യമന്ത്രി ചർച്ചയ്ക്ക് വിളിക്കുകയും അതിനടിസ്ഥാനത്തിൽ പെൻഷൻകാരുടെ പെൻഷൻ പരിഷ്കരിക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് AK കൃഷ്ണകുമാർ അധ്യക്ഷത വഹിച്ചു. 80 വയസ്സ് പിന്നിട്ട യൂണിറ്റ് വൈസ് പ്രസിഡന്റ് PK വിമലാംബിക, യൂണിറ്റ് അംഗം AK രാധാകൃഷ്ണപിള്ള എന്നിവരെ ആദരിച്ചു. അരൂർ യൂണിറ്റ് സെക്രട്ടറി TP മോഹനദാസ് പ്രവർത്തന റിപ്പോർട്ടും ഖജാൻജി KK രാജപ്പൻപിള്ള കണക്കുകളും അവതരിപ്പിച്ചു. ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് K രാധാമണി, കോർഡിനേറ്റർ S കരുണാകരൻ, സാംസ്കാരിക സമിതി കൺവീനർ LS അശോക് കുമാർ, G പുഷ്പവിധി, P സുശീല എന്നിവർ സംസാരിച്ചു. യോഗത്തിൽ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പ്രസിഡന്റായി AK കൃഷ്ണകുമാറും സെക്രട്ടറിയായി TP മോഹനദാസും ഖജാൻജിയായി KK രാജപ്പൻപിള്ളയും ഉൾപ്പെട്ട 21 അംഗ കമ്മിറ്റിയാണ് പുതിയ ഭരണസമിതി. PN ശശിധരൻ സ്വാഗതവും KK രഘുനാഥൻ കൃതജ്ഞതയും പ്രകാശിപ്പിച്ചു.